ഐ ഹാവൻ ക്ലെയിംഡ് മൈസെൽഫ് ആസ് എൻ ആക്ടർ യെറ്റ്. ഇത്ര ആൾക്കാർ മാധവ് സുരേഷ് ഒരു മോശം ആക്ടറാണ്, അവൻ ബെറ്റർ ആവാൻ പോകുന്ന ഒരു ആക്ടറാണ്, അവൻ സൂപ്പർ സ്റ്റാറിന് പൊട്ടൻഷ്യൽ ഉള്ള ആക്ടറാണ്, ഇങ്ങനെ എല്ലാം പറയുന്നുണ്ട്. ഞാൻ എന്നെ തന്നെ ഇതൊരു ആക്ടർ എന്ന് വിളിച്ചിട്ടില്ല. ഈ സിനിമ കഴിയുമ്പോൾ ഈ ട്രോളുകളെല്ലാം സൈലന്റ് ആവും. എനിക്ക് അതിലൊരു വിശ്വാസമില്ല. ട്രോളർ ഒരിക്കലും സൈലന്റ് ആവത്തില്ല. കാര്യം ഇന്നും ലാൽ സാറിനെയും മമ്മൂട്ടി സാറിനെയും അഭിനയം പഠിപ്പിക്കാൻ നടക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ. ഞാനൊരു ന്യൂ കമർ തന്നെയാണ്. വെദർ ഇറ്റ്സ് നെപ്പറ്റിസം ഓർ നോട്ട്, എനിക്ക് കിട്ടിയ അവസരം കുറച്ചുകൂടി ഈസിയർ ആയിട്ടായിരിക്കും കിട്ടിയത്. എനിക്ക് തെളിയിക്കാനുള്ള ഒരു സ്കെയിൽ എന്ന് പറയുന്ന വേറെ ഏതൊരാൾക്കും തെളിയിക്കാനുള്ള ലെവലിൽ തന്നെ നിൽക്കുന്നത്. ചേട്ടൻ സിനിമയിലോട്ട് ഇറങ്ങിയ സമയത്ത് ഒരുപാട് വിമർശനം കൊണ്ട ആളാണ്. ഞാൻ സിനിമയിലോട്ട് ഇറങ്ങിയപ്പോൾ അതിലേറെ വിമർശനം കൊള്ളുന്ന ഒരാളാണ്. ഞാൻ ഇത് ന്യൂട്രൽ ഗ്രൗണ്ടിലിരുന്നു, അതായത് ഇപ്പോൾ എന്നോടൊരു താല്പര്യമോ അല്ലെ അച്ഛനോടൊരു താല്പര്യം ഉള്ളതോ ഇല്ലാത്തയോ, അങ്ങനെ രണ്ടും അല്ലാതെ നടുക്ക് നിന്നത് കാണുന്ന ഒരാൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കുറെ ഹെയ്റ്റ് വരുന്നത് എൻ്റെ അച്ഛനൊരു BJP മിനിസ്റ്ററാണ്, കുറെ ഹെയ്റ്റ് വരുന്നത് ഞാൻ ഒന്നും തെളിയിക്കാതെ എനിക്കൊരു അവസരം കിട്ടിയുണ്ട് സിനിമയിൽ. ഇപ്പൊ എന്റെ പെർഫോമൻസ് ലൈക്ക് കളി കുമ്മാട്ടിക്കളി ഞാൻ തന്നെ വിലയിരുത്തിയതാണ്, മോശമായിരുന്നു. JSKയിൽ എനിക്ക് സ്ക്രീൻ സ്പേസ് അത്ര ഇല്ലായിരുന്നു, പെർഫോമൻസ് കുഡ് ഹാവ് ബീൻ മച്ച് ബെറ്റർ ആസ് വെൽ. ഈ ട്രോൾസ് വരുന്നേക്കാൾ മുമ്പേ മാധവനിലെ ഒരു ആക്ടർ റിയലൈസ് ചെയ്യുന്നുണ്ടോ, ഞാൻ ചെയ്ത വേഷം അല്ലെങ്കിൽ ഞാൻ അത് കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു എന്നുള്ളത് സ്വയമേ തിരിച്ചറിയുന്നുണ്ടോ? നമ്മളിത് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ ബെസ്റ്റ് എഫേർട്ട് എടുത്തു. പക്ഷേ അന്ന് എൻ്റെ അറിവ്, സിനിമയെ പറ്റിയുള്ള എൻ്റെ അറിവ്, അഭിനയത്തിനെ പറ്റിയുള്ള എൻ്റെ അറിവ് ഇന്നത് കുറച്ചും കൂടെ ഭേദമായിട്ടേ ഉള്ളൂ. അതേപോലെ ഭേദമായിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. എന്റെ മെന്റോറിന്റെ കൂടെ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ടായിരുന്നു. അത് തുടക്കം തന്നെ ആക്ഷൻ ചിത്രവും കിട്ടി, മെന്റർ എന്നുള്ളൊരു ഇപ്പൊ ഈ പടസിലൊന്നും പിടിച്ചിരുത്തരുത്, ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തോട്ടാ. കുമ്മാട്ടിക്കളി എന്നുള്ള സിനിമ അതിന്റെ കണ്ടു കഴിഞ്ഞെന്ന് മാത്രമല്ല, ഇതിന്റെ ഷൂട്ടിംഗ് സമയത്താണ് അത് ഇറങ്ങിയിട്ടൊരു 6 months കഴിഞ്ഞാണ് ഇതിന്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. ആ സമയത്തൊക്കെ ഈ ഷൂട്ടിന്റെ തുടക്കത്തിലും അതിന്റെ ത്രൂ ഔട്ട് ദ ഷൂട്ടും എനിക്ക് തോന്നിയൊരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഈ സിനിമയിൽ നിൽക്കണമെന്നൊരു ചോദ്യം ഞാൻ തന്നെ ചോദിച്ചായിരുന്നു. ഹായ്, ഹലോ, നമസ്കാരം. ആക്ഷൻ ത്രില്ലർ കൊണ്ട് സമ്പന്നമാണ് മലയാള സിനിമ. ആ കൂട്ടത്തിലേക്ക് ഒരു സൂപ്പർ ഹിറ്റ് ചിത്രം കൂടി എത്തുകയാണ്, അംഗം അട്ടഹാസം. പേരും സൂചിപ്പിക്കും പോലെ തന്നെ കുറച്ച് സംഭവം ഇருக்கு. ആ സംഭവത്തിന്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മുടെ കൂടെ ചേരുന്നത് മാധവ്, ദീപക്, കിച്ചു ആൻഡ് സാമുവൽ. നമസ്കാരം. നമസ്കാരം. എനിക്ക് തോന്നുന്നു മാധവൻ തന്നെ ഒരു ആക്ടറായിട്ടും അല്ലെങ്കിൽ ഒരു പ്രേക്ഷകൻ ഒരു POV നോക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് എക്സ്പെക്ടേഷൻ ഉള്ള ഒരു മൂവിയാണ് എന്നുള്ളത് അല്ലെ ഒരു വാക്കുകളിൽ വ്യക്തമാവുന്നുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടിയും അതെന്റെ കൂടെ തന്നെ ഒരുപാട് എൻജോയ് ചെയ്തും വർക്ക് ചെയ്തൊരു സിനിമയാണ്. ഓക്കെ, ഏതെങ്കിലും ഒരു പോലീസ് വേഷങ്ങൾ വന്നു കഴിഞ്ഞാൽ നേരെ പോകുന്നത് ഒരുപക്ഷെ കമ്പാരിസൺ ഭരചന്ദ്രനിലോട്ടായിരിക്കും അല്ലെ, അല്ലെങ്കിൽ ഒരു ആക്ഷൻ ചിത്രം വന്നു കഴിഞ്ഞാൽ അപ്പോഴും പറയുന്നത് സുരേഷ് ഗോപി ചിത്രങ്ങൾ എന്നുള്ളതിനെ വെച്ചിട്ടായിരിക്കും അതിനൊരു ബെഞ്ച് മാർക്ക് പോലെ എടുക്കുന്നുണ്ടായിരിക്കുക. ശരിക്കും മാധവന്റെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ശരിക്കും തുടക്കകാലത്തിൽ അച്ഛൻ ചെയ്ത പോലത്തെ ഒരു വേഷം ആക്ഷൻ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ശരിക്കും? എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചെറുപ്പകാലത്ത് ഒരിക്കലും ഒരു സിനിമാതരനാവണമെന്നോ അങ്ങനെ അഭിനയിക്കണമെന്നോ ഒരു ആഗ്രഹം എനിക്കില്ലായിരുന്നു. ആക്ടിങ് ഇസ് സംതിങ് ഐ എം സ്റ്റാർട്ടിങ് ടു ലവ്. അപ്പൊ അതിൻ്റെതായ ഒരു പ്രോഗ്രസ്സിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ആൻഡ് ലൈക്ക് യു സെഡ് ഏർലിയർ, ഇപ്പൊ ആക്ഷൻ പടം എന്ന് പറയുമ്പോഴത്തേക്കും അച്ഛൻ ഒരുപാട് നാളായിട്ട് ഒരുപാട് നല്ല ആക്ഷൻ പടങ്ങൾ ചെയ്ത് അതിന് നല്ല റിസൾട്ട് വരുന്നതും പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു ഇടം നേടിയ ഒരാളാണ്. അത് ശരിക്കും കുറെ കൂടി റെസ്പോൺസിബിലിറ്റി കൂട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥയിൽ ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ഞാനൊരു ന്യൂ കമർ തന്നെയാണ്. വെദർ ഇറ്റ്സ് നെപ്പറ്റിസം ഓർ നോട്ട്, എനിക്ക് കിട്ടിയ അവസരം കുറച്ചുകൂടി ഈസിയർ ആയിട്ടായിരിക്കും കിട്ടിയത്. എനിക്ക് തെളിയിക്കാനുള്ള ഒരു സ്കെയിൽ എന്ന് പറയുന്ന വേറെ ഏതൊരാൾക്കും തെളിയിക്കാനുള്ള ലെവലിൽ തന്നെ നിൽക്കുന്നുള്ളൂ. ആൻഡ് ഇഫ് എനിത്തിങ് ഈ സുരേഷ് ഗോപിയുടെ മകൻ എന്നുള്ള നിലയിൽ ഒരു ഈസി ആക്സസ് കിട്ടിയത് കൊണ്ട് കുറച്ചും കൂടെ സ്ക്രൂട്ടിനി കാണത്തേ ഉള്ളൂ. ദാറ്റ്സ് ഫൈൻ. ഐ എം സപ്പോസ് ടു പ്രൂവ് മൈസെൽഫ് റിഗാർഡ്ലെസ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഇപ്പൊ അംഗവട്ടാസത്തിലൂടെ എങ്കിൽ അതിലൂടെ തന്നെ ഐ ക്യാൻ ഹോപ്പ്ഫുള്ളി പ്രൂവ് വാട്ട് ഐ എം മെയ്ഡ് ഓഫ്. എന്റെ എഫേർട്സ് ഇതിൽ പേ ഓഫ് ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കാം. ദീപക് ജി, ആക്ച്വലി ദീപക്കേട്ടനെ കാണുമ്പോൾ ഓൾറെഡി എനിക്ക് ഉറപ്പാണ് പ്രേക്ഷകർ നിന്ന് അതായത് ഭയങ്കരമായിട്ട് കുറച്ച് നാളത്തേക്ക് ഒരു പക്ഷേ നേരത്തെ നമ്മൾ ആക്ഷൻ ചിത്രങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കുറെ കൂടി ക്യാമ്പസ് ചിത്രങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന പേര് സ്വാഭാവികമായിട്ടും ക്ലാസ്മേറ്റ്സ് ആണ് അല്ലെ. ലാൽ ജോസ് ചിത്രങ്ങളിലെ ഇത്രയും ശ്രദ്ധേയമാവാനുള്ള ഒരു കാരണം എന്താ? ഞാൻ അത് ചോദിച്ചു തുടങ്ങട്ടെ. ശരിക്കും എങ്ങനെയാണ് ലാൽ ജോസ് സാർ? ഞങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ്, കുറെ വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അപ്പം സാറ് എനിക്ക് ചേരുന്ന എന്തെങ്കിലും വേഷം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ അടുത്ത് പറയും. അങ്ങനെ സാറിന്റെ പടങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ദീപക്കേട്ടൻ സത്യം പറഞ്ഞ ഞെട്ടി. ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമ ചെയ്തു. അപ്പോൾ അതിലാണ് ദീപക്കേട്ടനെ പരിചയപ്പെടുന്ന കാര്യങ്ങൾ. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു മാറ്റത്തെ അതിൻ്റെ ഇടയ്ക്ക് കുറെ കാലം പ്രവാസിയായിട്ടിരുന്നു. ഒരു സിനിമയിലേക്ക് എൻട്രി കിട്ടാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോഴും ഒരു വലിയ സംവിധായകന്റെ വലിയ ബാനറിൽ ഒരു വലിയ ഹിറ്റ് ചിത്രത്തിൽ വന്ന ഒരാളാണ്. ഇതിന്റെ ഇടയ്ക്ക് പിന്നെ ഒരു തിരിച്ചുപോക്ക് എന്തായിരുന്നു ശരിക്കും? ഒരു അല്ല, അത് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാരണം ഞാൻ മനഃപൂർവ്വം മാറിയുന്ന പിന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി.
പക്ഷെ സിനിമ മനസ്സിൽ നിന്ന് പോയില്ല. ഓക്കെ. അപ്പൊ കുറെ കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഓക്കെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്കാം, ആ ട്രൈ നോക്കാം. രണ്ടാം വരമാണ് അല്ലേ? അതെ, അതെ. ഇനി ഒരു തിരിച്ചു നോക്കില്ല എന്നായോ? ഇല്ല, ഇല്ല. ആ നല്ല വേഷങ്ങൾ വരെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ. തിരിച്ചു നോക്ക് പടം ചെയ്ത് കഴിഞ്ഞപ്പോ തോന്നിയോ ഇനി ഞാൻ അങ്ങോട്ട് പോണോ എന്നുള്ളത് തോന്നിയോ? തിരിച്ചു പോകാൻ എനിക്കൊരു താല്പര്യമില്ലായിരുന്നു. എനിക്ക് ഇവിടെ നിന്ന് കൂടുതൽ സിനിമയെ കുറിച്ച് പഠിക്കാനും ഓഫ് കോഴ്സ് എന്റെ മെന്റോറിന്റെ കൂടെ കൂടുതൽ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ടായിരുന്നു. So, ആ ഒരു തോട്ട് ഡെഫിനറ്റ് ആയിട്ടും തിരിച്ചു പോകണമെന്നൊരു തോട്ടില്ലായിരുന്നു. മാധവ് തുടക്കം തന്നെ ആക്ഷൻ ചിത്രവും കിട്ടി, മെന്റർ എന്നുള്ളൊരു ഇങ്ങനെ ഇപ്പൊ ഈ പടച്ചിലൊന്നും പിടിച്ചിരുത്തരുത്, ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തോട്ടാ. ഞാനും മെന്റർ ആക്കിക്കോട്ടെ. അതെ. പ്രേക്ഷകൻ കാത്തിരിക്കുന്നത് നല്ല ചിത്രം തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളതാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ ഫിലിം മേക്കറായിട്ട്, ഡയറക്ടർ, റൈറ്ററും പ്രൊഡ്യൂസറായിട്ട് കാണുന്നത് അത് എങ്ങനെ അവരിലേക്ക് എത്തുന്നു, അവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്, സ്വാഭാവികമായിട്ട് ഇനിയും ചിത്രങ്ങൾ ചെയ്യണം എന്നുള്ള വലിയ ചിന്തകൾ ഇതിൻ്റെ പിന്നിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രൊഡ്യൂസറായിട്ട് എന്നുള്ള രീതിക്കുമ്പോൾ ശരിക്കും അംഗമട്ടകാസം സാറിൻ്റെ ഒരു പ്രതീക്ഷ എന്താ ശരിക്കും? സുരേഷ് ഗോപി സാറിന്റെ മകൻ അപ്കമിങ് സൂപ്പർ സ്റ്റാർ, അത് ഒരു വലിയ റീസൺ ആണ്. മാധവ്, ഇപ്പൊ ഈ പറഞ്ഞതിൽ വ്യക്തമാണ് നമ്മൾ ചിത്രം എത്രത്തോളം ആക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. മാസ്റ്റേഴ്സിന്റെ കാര്യമാണെങ്കിലും പറഞ്ഞു എന്നുള്ളത് ഈ എല്ലാ കാലവും സ്വീകാര്യത കിട്ടിയിട്ടുണ്ട് ആക്ഷൻ ചിത്രങ്ങൾക്ക് എന്നുള്ളത്. പക്ഷേ ഈ ചിത്രത്തെ കുറിച്ചുള്ള വാർത്തകളിൽ നിന്ന് തന്നെ ഏറ്റവും കിട്ടിയത് കുറച്ചും കൂടി അതിനെ ഡ്യൂപ്പില്ലാതെ ചെയ്യുന്നു മാധവ്. അതിന്റെ കുറെ റിസ്ക് ഉണ്ടായിരുന്നു, അതിന്റെ ഇടയ്ക്ക് പരിക്ക് പറ്റി എന്നുള്ളത് അറിയാൻ പറ്റി. പക്ഷെ അത് മാധവ് ഒരിക്കലും പലർക്കും ഇത്തരം അപകടങ്ങൾ പറ്റി എന്നുള്ളത് ഭയങ്കരമായിട്ട് അതിനെ പുറത്തു പറയുകയും അതൊരു പ്രൊമോഷനൊക്കെ ചെയ്യാറുണ്ട്, അതിന് വേണ്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്താറുണ്ട്. പക്ഷെ എപ്പോഴും മാധവ് അത് അങ്ങനെ ഒരു പരിക്ക് പറ്റി അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ഉണ്ടായ രീതിയിലേക്ക് JSKയുടെ ഒരു ഇന്റർവ്യൂവില് ഇൻ കോണ്ടെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നു. നമ്മളിങ്ങനെ സിനിമകൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആക്ടേഴ്സിന് ഉണ്ടാവുന്ന റിസ്ക് പലപ്പോഴും വരുന്നൊരു ചോദ്യമാണ്. വിച്ച് ഐ അണ്ടർസ്റ്റാൻഡ് എവിടെ നിന്ന് വരുന്നത്. ഒരു ആർമി ഓഫീസറിനോ അല്ലെങ്കിൽ ഒരു സർജനോ കിട്ടാത്ത സാലറി എന്തുകൊണ്ടാണ് ഒരു ആക്ടറിന് കിട്ടുന്നത്? നമ്മൾ ടൈം മാത്രമല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പല സീൻസിലും നമ്മുടെ ഹെൽത്തും ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തും കൂടെ നമ്മൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് ഞാൻ ഈ ഒരു പരിക്കുണ്ടായതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്ക് മാത്രമല്ല, എടുത്തു പറയാനാണെങ്കിൽ ഐ തിങ്ക് ടൊവിച്ചാട്ടൻ നടികർ തിലകത്തിന്റെ ഷൂട്ടിന്റെ സെറ്റിൽ വെച്ചൊരു ഫിഷ് ടാങ്ക് അദ്ദേഹത്തിന്റെ മുകളിലോട്ട് ഓൾമോസ്റ്റ് പൊട്ടി വീണു. ഫുൾ ഒറിജിനൽ ഗ്ലാസ്. അത് ആ പ്രഷറിൽ വാട്ടർ പ്രഷറിൽ വന്ന് പൊട്ടി വീണ് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഫുൾ കുത്തിക്കയറി ആളെ പിന്നെ കിട്ടത്തില്ല. ഈ ഗോഡ് ബി ഒരു 2 സെക്കൻഡ് മുന്നേ അത് ക്രാക്ലിംഗ് സൗണ്ട് കേട്ടിട്ട് അവിടെ നിന്ന് മാറുക. അതും ആക്ഷൻ സീക്വൻസിലൊന്നും അല്ല, വെറുതെ ഇരുന്നൊരു ഫിഷ് ടാങ്ക് പൊട്ടിയതായിരുന്നു. രാജുവേട്ടൻ വിലായത്ത് ബുദ്ധൻ ഷൂട്ടിന്റെ സെറ്റിൽ വെച്ചല്ലേ റീസെന്റ് അത് ഭയങ്കരമായിട്ട് കേൾക്കുന്നതാണ്. ഇപ്പൊ തമിഴിലാണ് മാസ്റ്റർ മരണപ്പെടുകയുണ്ടായി. ശരിക്കും ഈ ആക്ഷനിൽ എടുക്കുന്ന സമയത്താണെങ്കിൽ പോലും കാന്താര സെറ്റിൽ ഉണ്ടാവുന്ന അപകടങ്ങളെ കുറിച്ച് തുടരെ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള സാധനം. ഒരു സിനിമയുടെ മേക്കിങ്ങിനെ ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാതെ ഇതിന്റെ ഒരു ബെസ്റ്റ് കിട്ടണം എന്നുള്ള ഒരു ചിന്തയോടെയാണ് ഇതിന്റെ പിന്നണിയിലുള്ളവരും ആക്ടേഴ്സ് ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമറയുടെ പുറകെ നിൽക്കുന്നവർ മാത്രമല്ല, ഫ്രണ്ടിൽ നിൽക്കുന്ന എല്ലാവരും ഒരേപോലെ. ഞാൻ മാത്രമോ അല്ലെ, സുഹൃത്താട്ടം മാത്രമോ, ഇവിടെ ഇരിക്കുന്ന ക്രൂ മെമ്പേഴ്സ് മാത്രമോ അല്ല ചെയ്യുന്നത്. എല്ലാ സിനിമയിലും ഓരോ ആക്ടറും ഓരോ ടെക്നിക്കൽ ടീം മെമ്പറും സിനിമയുടെ ബെസ്റ്റ് റിസൾട്ടിന് വേണ്ടി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതേപോലെ ആക്ഷൻ സീക്വൻസ് എന്തായിരുന്നു ശരിക്കും? അത് ഒരു വുഡൻ നൈഫ് ചെറുതായിട്ടൊന്ന് തലയില് കുത്തി കയറിയൊന്നുമില്ല, ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സ്കാർ പോലെ. ഞാനുണ്ടായിരുന്നു അതിങ്ങനെ ആണോ? ഇങ്ങനെ കുത്തി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നിട്ടാണോ ചെറുതായിട്ട് പറ്റിയത്? എന്നിട്ട് അത് കഴിഞ്ഞിട്ടും പാവം ബാലൻസ് അത് ഷൂട്ട് ചെയ്യുന്നു. അത് വെച്ചോണ്ട് ചെയ്തു. അത് വെച്ചോണ്ട് ചെയ്യാൻ നോക്കി, അവിടുന്ന് ഡയറക്ടർ സമ്മതിച്ചില്ല. നമുക്ക് സിനിമ മാത്രം കൂടെ വേണം അല്ലേ? ഇല്ല, അങ്ങനെ പരിക്കുകൾ ഉണ്ടാവാറുണ്ട്. ദിസ് ഇസ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് വാട്ട് വി ഡു. നമ്മളിപ്പോ ഒരു ആക്ഷൻ സിനിമ ചെയ്യുമ്പോ നമുക്ക് എല്ലാം CGയിലൊന്നും ചെയ്യാൻ പറ്റൂല. ഇപ്പൊ ഒരാൾ നിന്ന് ഇടി കൊള്ളുന്ന കാണിക്കുവാണെങ്കിൽ എത്രയൊക്കെ ഇടി നമ്മൾ അഭിനയിച്ചാലും 2 കൊള്ളും. അതേപോലെ നൈഫ് വെച്ച് നമ്മൾ ഒറിജിനൽ നൈഫ് അല്ല യൂസ് ചെയ്യുന്നത്, വുഡ് കൊണ്ട് ഉണ്ടാക്കി അതിന്റെ പ്രോപ്പാണ് യൂസ് ചെയ്യുന്നത്. ചിലപ്പോ അതിന്റെ ആർട്ടിയും അതിന്റെ മേക്കിങ്ങില് ചിലപ്പോ അതിന്റെ എഡ്ജസ് ഒക്കെ നമ്മൾ ബ്ലണ്ട് ചെയ്യേണ്ടതാണ്, അത് ഷാർപ്പ് ആവും. എന്റെ കേസിൽ അതാ സംഭവിച്ചാൽ അതിന്റെ എഡ്ജ് കുറച്ച് ഷാർപ്പായിരുന്നു, അതാണ് അങ്ങനെ കുത്തിയിരുന്നത്. ബട്ട് ഇങ്ങനത്തെ ആക്സിഡന്റ്സ് എല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ദേഹത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും, വിൽ ഗെറ്റ് ഹേർട്ട് എന്നുള്ള അറിവ് കൊണ്ട് തന്നെയാണ് ഓരോ ആക്ഷൻ സിനിമയുടെയും പിന്നെ ഏതൊരു ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും നമ്മൾ ചെയ്യുന്നത്. ലൈക്ക് ഐ സെഡ്, ദാറ്റ്സ് പാർട്ട് ആൻഡ് പാർസൽ. അച്ഛൻ അറിഞ്ഞപ്പോ എന്ത് പറഞ്ഞു? അച്ഛനാണ് ഞാൻ ഏറ്റവും പേടിച്ചത്, അച്ഛൻ്റെ അടുത്ത് പോയി പറയാനായിരുന്നു. അല്ല, ഞാൻ അമ്മയെ ഞാൻ വിളിച്ചു പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോയി അത് എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല, കാര്യം അതിന്റെ അടുത്ത ദിവസം ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. JSKയുടെ അല്ലേ വണ്ടി ഇറക്കണ്ടായിരുന്നു. സോ
ആ സമയത്ത് ഞാൻ പോയി റാപ്പ് ചെയ്തിട്ട് വീട്ടിൽ പോകുന്നതിന് മുന്നേ അമ്മയെ വിളിച്ചു പറഞ്ഞു. അമ്മ ആദ്യം കാമാക്കി, അച്ഛൻ്റെ അടുത്ത് പറയണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അമ്മ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അച്ഛൻ്റെ അടുത്ത് അമ്മ പറഞ്ഞു. ഞാൻ നേരിട്ട് പോയിട്ട് അച്ഛനെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു. അച്ഛന് നമ്മുടെ ദേഹത്ത് മുറിവ് വരുന്നൊന്നും സഹിക്കത്തില്ല. അമ്മ വീണ്ടും മനസ്സിലാക്കും. അച്ഛനത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. സോ അച്ഛൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് അച്ഛൻ ഇങ്ങനെ ഒരു ഫൈറ്റിന് അടയ്ക്ക ചേട്ടനായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു മിസ്കാൽക്കുലേഷൻ വന്നേ, ചെറിയൊരു മുറിവ് വന്നു, തലയുടെ മുകളിലാന്ന് കാണിച്ചപ്പോ അച്ഛൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നടന്നു. കാര്യം മനസ്സിലായി. അച്ഛൻ അവിടെ എന്റെ അടുത്ത് വീണ്ടും അച്ഛൻ പാനിക് ആയാലും ഞാൻ വീണ്ടും സ്ട്രെസ് ആകത്തേ ഉള്ളൂ. ഓക്കെ, എന്തെങ്കിലും ഒരു അഡ്വൈസ് തന്നോ ഇത്തരം ചിത്രങ്ങൾ ചെയ്യുമ്പോൾ എടുക്കേണ്ട ഒരു മുൻകരുതൽ? ഏതൊരു അച്ഛനും ഒരു മകനോട് പറയുന്ന പോലെ ശ്രദ്ധിക്കണ്ടേ. അങ്ങനെ അവിടെ ഒരു ആക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് സംസാരിക്കുന്ന ഒരു അഡ്വൈസ് അല്ല, അച്ഛൻ മകൻ മാത്രമാണ് അവിടെ. വീട്ടിൽ കയറി കഴിഞ്ഞാൽ അച്ഛൻ മകൻ മാത്രമാണ്. ഈ പലപ്പോഴും ആണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഗൂഗിളാണെന്നുണ്ടെങ്കിൽ പൊതുവേദികളിലാണെന്നുണ്ടെങ്കിൽ ശരിക്കും കാണുമ്പോൾ അവിടെ അച്ഛൻ മകൻ അല്ലെങ്കിൽ വാത്സല്യം അല്ലെങ്കിൽ അച്ഛൻ എങ്ങനെ നോക്കി കാണുന്ന രീതിയിലേക്കാണ് ഗൂഗിളിൽ കുറെ കൂടി കാണാറുള്ളത്. പക്ഷെ മാധവാണെന്നുണ്ടെങ്കിൽ കുറെ കൂടി നമ്മളെങ്ങനെ പ്രേക്ഷകർ കാണുന്നു ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട്, അങ്ങനെ തന്നെയാണ് മാധവ് എപ്പോഴും വീക്ഷിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. ശരിയാണോ? ശരിക്കും അച്ഛന്റെ സാന്നിധ്യത്തിൽ കംപ്ലീറ്റ്ലി തെറ്റാണ്. ഞാൻ വീട്ടിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് അച്ഛനെ സൂപ്പർ സ്റ്റാർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. പുറത്തൊരു ഇവന്റിലെ കാര്യമാണ് ഞാൻ ഇവന്റിന് മുമ്പ് ചേട്ടൻ വീട്ടിലും അല്ലാത്തപ്പോഴും അച്ഛനെ ഒരു സൂപ്പർ സ്റ്റാർ ഫിഗർ ആയിട്ട് അങ്ങനെയാണ് നേരെ തിരിച്ചാണോ? അതെയോ? അച്ഛനോട് എനിക്കൊക്കെ അച്ഛനെ എന്നല്ല, എനിക്ക് വേറൊരു വ്യക്തിയെയും അഡ്മയർ ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ. നമുക്ക് ഒരാളെ അഡ്മയർ ചെയ്യുന്നതിന് ഒരു കപ്പാസിറ്റി ഇല്ല. അതിന്റെയൊക്കെ എത്രയോ ഇരട്ടി ലെവലിലാണ് എന്റെ ചേട്ടൻ എന്റെ അച്ഛനെ അഡ്മയർ ചെയ്യുന്നത്. സോ ദ റെസ്പെക്ട് ഹി ഹാസ് ഫോർ അച്ഛൻ ഇസ് ഇൻക്രെഡിബിൾ. അതൊരിക്കലും എനിക്ക് അതിന്റെ അടുത്ത് പോലും വരാൻ പറ്റില്ല എന്നുള്ളത്, എത്ര ശ്രമിച്ചാലും വരാൻ പറ്റില്ല. ശരിക്കും അത്തരം ഒരു കമ്പാരിസൺ ഒരു പക്ഷെ ചേട്ടനും കൂടി വെച്ച് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് കുറേയേറെ വിമർശനങ്ങൾക്ക് കാരണമാവുന്നു തോന്നുന്നുണ്ടോ? ശരിക്കും അങ്ങനെയല്ല. ചേട്ടൻ സിനിമയിലോട്ട് ഇറങ്ങിയ സമയത്ത് ഒരുപാട് വിമർശനം കൊണ്ട ആളാണ്. ഞാൻ സിനിമയിലോട്ട് ഇറങ്ങിയപ്പോ അതിലേറെ വിമർശനം കൊള്ളുന്ന ഒരാളാണ്. ആൻഡ് ഇത് ന്യൂട്രൽ ഗ്രൗണ്ടിലിരുന്നു, അതായത് ഇപ്പൊ എന്നോടൊരു താല്പര്യമോ അല്ലെ അച്ഛനോടൊരു താല്പര്യമോ ഉള്ളതോ ഇല്ലാത്തയോ അങ്ങനെ രണ്ടും അല്ലാതെ നടുക്ക് നിന്നത് കാണുന്ന ഒരാൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കുറെ ഹെയ്റ്റ് വരുന്നത് എന്റെ അച്ഛൻ ഒരു BJP മിനിസ്റ്റർ ആയതുകൊണ്ട്, കുറെ ഹെയ്റ്റ് വരുന്നത് ഞാൻ ഒന്നും തെളിയിക്കാതെ എനിക്കൊരു അവസരം കിട്ടിയുണ്ടോ സിനിമയിൽ. നെപ്പോക്കിഡ് ആയതുകൊണ്ട് തന്നെയാണ് എനിക്ക് എൻട്രി കിട്ടുന്നത്. ശരിക്കും മാധവ് സ്വയമേ വിലയിരുത്തുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ആക്ടിനെ ചൊല്ലി വരുമ്പോൾ മാധവ് സ്വയം വിലയിരുത്തുമ്പോൾ എങ്ങനെ നോക്കി കാണാൻ പറ്റുന്നത്? എന്നിൽ അഭിനയം മോശമായതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഈ ഞാൻ കുറെ കൂടി തന്റെ ഇടത്തോടെ സംസാരിക്കുന്നത് കൊണ്ട് നേരിടുന്ന വിമർശനം എങ്ങനെയെന്ന് ശരിക്കും കാണുന്നത്? ശരിക്കും സെക്കൻഡ് പറഞ്ഞ പോയിന്റിന് എപ്പോഴും ഒരു ചേഞ്ച് പ്രതീക്ഷിച്ച് ഫംഗ്ഷൻ ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ അത്യാവശ്യം വോക്കലായിട്ടോ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് ഒരു കാര്യം പറയുന്നവർക്ക് എന്നും വിമർശനം കൊണ്ടിട്ടുണ്ട്. ഒരു നോർമൽ റൂട്ടിനെ എപ്പോഴും ഓക്കെ ഇത് തെറ്റാണെന്ന് പറഞ്ഞ് അപ്പുറത്തോട് ചാടുന്നവൻ അവൻ എപ്പോഴും വിമർശനം കൊള്ളും. 10 വർഷം കഴിഞ്ഞായിരിക്കും അവനെ സപ്പോർട്ട് ചെയ്യുന്നത്. അത് ഇതിന് മുന്നേ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നമ്മുടെ ഇൻഡസ്ട്രി തന്നെ ഒരു കൺസിഡർ ചെയ്യുന്ന ഒരു ലെജൻഡ് ഉണ്ട്. അച്ഛൻ തന്നെ ഓൾറെഡി പറഞ്ഞു അവനില് പൃഥ്വിരാജ് കയറിയതാണെന്നൊക്കെ പറഞ്ഞു. എനിക്കൊന്ന് പൊതുവായിട്ട് കാണുന്നു. പക്ഷെ അതിന് ആ ഒരു സിറ്റുവേഷൻ ഭയങ്കര കൂൾ ആയിട്ടാണ് അച്ഛൻ അതിനെ ഡീൽ ചെയ്ത് പറഞ്ഞത്. ഇതിന്റെ അപ്പുറം ഫേസ് ചെയ്തിട്ടുള്ള ആളാണ്. ദിസ് ഇസ് നോട്ട് ഗോണ ഫേസ് ഹിം. And to be honest, this is not phasing me either. കാര്യം ഇപ്പൊ ലെറ്റ്സ് സേ ഇപ്പൊ എന്റെ പെർഫോമൻസ് ലൈക്ക് ഐ സെഡ് earlier കുമ്മാട്ടിക്കളി ഞാൻ തന്നെ വിലയിരുത്തിയതാണ്, മോശമായിരുന്നു. JSKയിൽ എനിക്ക് സ്ക്രീൻ സ്പേസ് അത്ര ഇല്ലായിരുന്നു. പെർഫോമൻസ് could have been much better as well. ഈ ട്രോൾസ് വരുന്നേക്കാൾ മുമ്പേ മാധവനിലെ ഒരു ആക്ടർ റിയലൈസ് ചെയ്യുന്നുണ്ടോ ഞാൻ ചെയ്ത വേഷം അല്ലെങ്കിൽ ഞാൻ അത് കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു എന്നുള്ളത് സ്വയമേ തിരിച്ചറിയുന്നുണ്ടോ? നമ്മളിത് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ ബെസ്റ്റ് എഫേർട്ട് എടുത്തു. പക്ഷെ അന്ന് എന്റെ അറിവ്, സിനിമയെ പറ്റിയുള്ള എന്റെ അറിവ്, അഭിനയത്തിനെ പറ്റിയുള്ള എന്റെ അറിവ് ഇന്നത് കുറച്ചും കൂടെ ഭേദമായിട്ടേ ഉള്ളൂ. അതേപോലെ ഭേദമായിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. എവിടെയോ മാധവന്റെ വാക്കുകൾ കേട്ടിട്ടുണ്ട്. അത് ഞാൻ കേട്ട കഥയല്ല, അത് മേക്കിംഗ് കഴിഞ്ഞ് വരുമ്പോ സിനിമയായിട്ട് വരുന്ന രൂപത്തിൽ കുമ്മാട്ടിക്കളി. ആ ടീമിന് അറിയാം അവരെന്താ ചെയ്തതെന്ന്. സംസാരിച്ചിരുന്നു അവരുടെ അടുത്ത്. കാര്യമില്ല, നമ്മള് പേർപ്പസ് ഉള്ള കാര്യത്തിന് നമ്മുടെ എനർജി ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് ബെറ്റർ. നമ്മൾ എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്ത ഒരു സെറ്റ് എൻവയൺമെന്റ് ആണെങ്കിൽ there's no point in wasting my energy. പക്ഷേ they know what happened. എന്റെ ഒരു വിശ്വാസം ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ഈ ട്രോളുകാരില്ല, അപ്പാടെ മാറും എന്നാണ് എന്റെ വിശ്വാസം. ദീപകേട്ടന്റെ വാക്ക് പൊന്നാവട്ടെ. മൈ പോയിന്റ് ഇപ്പൊ ഞാൻ ഇത് എടുത്തു പറയാം. ചാലൂക്ക DQനെ തുടക്കത്തിൽ ഒരുപാട് വിമർശിച്ച ആൾക്കാരുണ്ട്. ഒരു പരിപാടി സ്ഥലത്ത് പോയപ്പോഴൊക്കെ കൂവിയിട്ട ആൾക്കാരുണ്ട്. ഇന്ന് അദ്ദേഹത്തിനെ അതേ ആൾക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഐ ക്യാൻ സേ വിത്ത് 100% കൺവിക്ഷൻ DQ ഇന്നും ആലോചിക്കുന്നത് ഹൗ കെൻ ഐ ഗെറ്റ് ബെറ്റർ ആസ് എൻ ആക്ടർ. ആ ഒരു ജേർണി ഒരിക്കലും ഒരു ആക്ടറിന് പോകത്തില്ല. ലാൽ സർ, മമ്മൂട്ടി സർ, എന്റെ അച്ഛൻ, ദിലീപ് അങ്കിൾ, ജയറാം സർ, ജയറാം അങ്കിൾ എല്ലാവരും. സോ
they know as an actor you keep getting better. എത്രത്തോളം സപ്പോർട്ട് എനിക്ക് ഇനി വന്നാലും ഇനി വന്നില്ലെങ്കിലും ഐ നോ ഇഫ് ഐ എം ഹിയർ ഫോർ ദ ലോങ് റൺ ഐ ഹാവ് ടു കീപ് ഗെറ്റിംഗ് ബെറ്റർ. എന്റെ 100ാമത്തെ സിനിമ ഇനി അഥവാ 100 വരെ ഞാൻ എത്തിയാൽ എന്റെ 101ാമത്തെ സിനിമ അതിനേക്കാളും ബെറ്റർ ആവണം, അല്ലെങ്കിൽ വിമർശനം എനിക്ക് കിട്ടും. അതെ, അതിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അത്. ആര് വിമർശിച്ചാലും ഇത് നിനക്ക് പറ്റാത്ത പണിയാണെന്ന് പറഞ്ഞാൽ പോലും ഇത് എനിക്ക് തന്നെ സ്വയമേ ബോധ്യം വരണം എന്നെങ്കിൽ മാത്രമേ ഞാൻ ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നുണ്ടെങ്കിൽ ഇടൂ, ഇല്ല ഞാൻ തുടരുക തന്നെ ചെയ്യുന്നു പറഞ്ഞു. സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നൊരു കാലം മുതലേ സജീവമായിട്ടുള്ള കാര്യമാണ്. വൈറലാവും ചെയ്യും, അറ്റ് ദ സെയിം ടൈം എയറിലാവും ചെയ്യും എന്നുള്ളത് ഇതെല്ലാ കാലവും ഉണ്ടായിരുന്നുള്ള കാര്യമാണ്. ഒരു തുടക്കകാലത്ത് ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ശരിക്കും മാധവന്റെ ഒരു എൻട്രി അസ്വസ്ഥരാക്കുന്നവരുണ്ടോ എന്നാണ് കരുതുന്നുണ്ടോ? ഇതിന്റെ ഒരു ഫണി സൈഡ് എന്ന് പറയുന്നത്, ഞാൻ PR-ന് പേ ചെയ്താണോ ഇത് ഇത്രയും വരുന്നതെന്ന് ചോദ്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല, കാര്യം ഇവരെ എനിക്കത് ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നുണ്ട്. സോ ഐ എം നോട്ട് റിയലി കംപ്ലൈനിങ്, അവരെ ചെയ്തോട്ടെ. പിന്നെ ഞാൻ പറയുന്നത്, ഞാൻ ആരെയും തെളിയിക്കാൻ വേണ്ടിയോ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയോ അല്ല ഞാൻ എന്റെ പണിയെടുക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, മറ്റുള്ളവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടി മാത്രം അവരുടെ ജീവിതം കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. എനിക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല. എന്നെ അങ്ങനെ അല്ല എന്റെ അച്ഛനമ്മയെ വളർത്തിയിട്ടുള്ളത്. എനിക്ക് ബോധ്യം വരണം ഞാൻ ചെയ്യുന്ന തെറ്റാണോ ശരിയാണോ എന്ന്. അതിനൊരു മോറൽ കോമ്പസ് ഉണ്ട്, അത് എന്റെ വളർത്തു ഗുണത്തിലുണ്ട്, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. എന്റെ ചുറ്റും ഇരിക്കുന്ന ആൾക്കാർക്ക്, എന്നെ അറിയാവുന്നവർക്കും അതിന് വൗച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ like I said, at this point, am I a good actor? In my opinion, no. ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുള്ള, I have to get better. I will get better. അവസരം കിട്ടിയാൽ ഞാൻ മാത്രമല്ല, കിച്ചുവിന്റെ ഫസ്റ്റ് സിനിമയാണത്. കിച്ചുവിന്റെ 10ാമത്തെ സിനിമ അവനെ ചെയ്യുമ്പോഴത്തേക്കും ആ സമയത്ത് അവന്റെ പെർഫോമൻസ് നോക്കുമ്പോൾ അവന് തന്നെ തോന്നും ഞാൻ ഫസ്റ്റ് സിനിമയിൽ എന്താ കാണിച്ചത്. So that's how the trajectory goes for every single actor who wants to do this job. ഇത് പ്രൈമറി ജോബ് ആയിട്ട് ചെയ്യുന്ന എല്ലാവർക്കും അതാണ് അവരുടെ ട്രജക്ടറി വരുന്നത്. അതേപോലെ തന്നെ എനിക്ക് അവസരങ്ങൾ കിട്ടിയാൽ ഐ വിൽ പ്രൂവ് മൈസെൽഫ്. ആൻഡ് അട്ടഹാസിൽ ഇപ്പോ ദീപകേട്ടൻ പറഞ്ഞ പോലെ ഈ സിനിമ കഴിയുമ്പോൾ ഈ ട്രോളുകൾ എല്ലാം സൈലന്റ് ആവും. എനിക്ക് അതിലൊരു വിശ്വാസമില്ല, ട്രോളുകൾ ഒരിക്കലും സൈലന്റ് ആവത്തില്ല. കാര്യം ഇന്നും ലാൽ സാറിനെയും മമ്മൂട്ടി സാറിനെയും അഭിനയം പഠിപ്പിക്കാൻ നടക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ. അതേ സമയം തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് ഇവരത് തേച്ച് എനിക്ക് കൊണ്ടുവരാനുള്ളത്. നേരത്തെ പറഞ്ഞു നമ്മൾ ഇത്രയും സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കും തോറും അതിന് ബെറ്റർ കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും പോലെ ഭയങ്കര സബ്ജക്റ്റീവ്. അപ്പൊ അങ്ങനെ ഒരു വിഭാഗം ആൾക്കാർ മാത്രമല്ല, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, പിന്നെ അതൊരു ഗ്രോത്തിന്റെ ജേർണി ആണെന്ന് മനസ്സിലാക്കുന്ന ന്യൂട്രൽ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. സോ വെൻ വി ക്രിട്ടിസൈസ് വി ഓഫൻ ക്രിട്ടിസൈസ് ആസ് എ കളക്റ്റീവ്. അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, ഞാനിപ്പോ ചെയ്യുന്നതും അത് തന്നെയാണ്. പക്ഷെ പൊതുവെ ഒരു ഹയർ പെർസെന്റേജ് എപ്പോഴും നെഗറ്റീവ് ആയതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്. ആൻഡ് ലൈക്ക് ഐ സെഡ്, അംഗമട്ടഹാസം ഞാൻ കണ്ടിട്ടില്ല. കണ്ടു കഴിഞ്ഞ് അന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ദാറ്റ് ഐ ഡൺ എ ഗുഡ് ജോബ്, അന്ന് ഞാൻ എന്നെ തന്നെ ഒരു ആക്ടറായിട്ട് ക്ലെയിം ചെയ്യും. ഐ ഹാവൻ ക്ലെയിംഡ് മൈസെൽഫ് ആസ് എൻ ആക്ടർ യെറ്റ്. ഇത്ര ആൾക്കാർ മാധവ് സുരേഷ് ഒരു മോശം ആക്ടറാണ്, അവൻ ബെറ്റർ ആവാൻ പോകുന്ന ഒരു ആക്ടറാണ്, അവൻ സൂപ്പർ സ്റ്റാറിന് പൊട്ടൻഷ്യൽ ഉള്ള ആക്ടറാണ്, ഇങ്ങനെ എല്ലാം പറയുന്നുണ്ട്. ഞാൻ എന്നെ തന്നെ ഇതൊരു ആക്ടർ എന്ന് വിളിച്ചിട്ടില്ല. ഐ എം ട്രൈങ്, ലെറ്റ് മീ ഫിഗർ ഇറ്റ് ഔട്ട്. ഞാൻ തന്നെ ആദ്യം ഒന്ന് ഫിഗർ ഔട്ട് ചെയ്തോട്ടെ, എന്നിട്ട് ഇതുപോലെ പറഞ്ഞു. ശരിക്കും ഈ രൂപവും ഭാവവും ശബ്ദവും ഒക്കെ ശരിക്കും ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ടൂളാണ്. ശരിക്കും മാധവന്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ഏതാണെന്ന് തോന്നുന്നത്? ഐ തിങ്ക് അത് ഞാനല്ല പറയേണ്ടത്, അത് സ്വയം നമ്മൾ ശരിക്കും ഒരു സെൽഫായിട്ടൊന്ന് അനലൈസ് ചെയ്യുമല്ലോ, എന്താണ് എന്റെ ഒരു ഏറ്റവും ഞാനായിട്ട് പണിയെടുത്ത് വരുത്തിയൊന്നുമല്ല. കാരണം എപ്പോഴും ശബ്ദത്തെ കുറിച്ച് ഭയങ്കരമായിട്ട് പറയാറുണ്ട്, മാധവന്റെ ശബ്ദത്തിനെ കുറിച്ച് പറയാറുണ്ട്. മൈ ജെനറ്റിക്സ് മേ ബി. അച്ഛനായാലും അത്യാവശ്യം ഷീസ് എ ഗുഡ് ലുക്കിംഗ് ഗായ്, അമ്മയായാലും ഷീസ് എ ഗുഡ് ലുക്കിംഗ് വുമൺ. അവരുടെ നല്ല ജെനറ്റിക്സ്, നല്ല ശബ്ദം കിട്ടിയിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് നോട്ട് മൈ വർക്ക്. അത് അവരുടെ ഒരു ബ്ലെസ്സിങ് എന്നിലോട്ട് പാസ് ചെയ്തതാണ്. അതിന് ഞാനായിട്ടൊരു പണിയെടുത്തല്ല. മേ ബി ഇറ്റ്സ് ദ ജെനറ്റിക്സ്. എനിക്കങ്ങനെ എന്നെ തന്നെ അത്രയും എന്റെ ഇത് കൊള്ളാം അങ്ങനെ ഞാൻ നോക്കത്തില്ല. ഞാൻ ഇപ്പൊ ഒരു വർക്ക് ചെയ്യുവാണെങ്കിൽ ഇപ്പൊ ഐ ട്രൈ ടു ഫോക്കസ് ഓൺ മൈ ആക്ടിങ്. അതെനിക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ശബ്ദം ഓബിയസ്ലി ബെറ്റർ ആക്കാം, നമ്മുടെ ലുക്സ് നമ്മൾ കുറെ കൂടെ കെയർ ചെയ്താൽ ബെറ്റർ ആക്കാം. പക്ഷെ അതിനെയൊക്കെ കാട്ടിൽ എന്റെ വർക്കിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ, ഐ ഡോണ്ട് ഹാവ് എ ക്ലിയർ ആൻസർ. മേ ബി മൈ ജെനറ്റിക്സ്. പക്ഷെ പറയുമ്പോഴും ഇടയ്ക്ക് മാധവ് തന്നെ പറയുന്ന കാര്യമുണ്ട്, ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ മറുപടി കൊടുക്കുന്ന ആളാണ്. ഒരു പക്ഷെ അച്ഛനും ചേട്ടനും പാവമായിരിക്കും ബ്രോ, പക്ഷെ ഞാൻ കുറച്ച് വിഷയമാണ് തിരികെ പറയാറുണ്ട് പലപ്പോഴും. അപ്പോൾ ശരിക്കും മറുപടികളിൽ നമ്മൾ സൈലന്റ് ആവേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം എനിക്കൊന്ന് കുറേ കൂടി വാക്കുകൾ ശക്തമാവാറുണ്ട് മാധവന്റെ. ഇത് ശരിക്കും വിനയാവാറുണ്ട്, അവനവന് തന്നെ അതൊരു ബുദ്ധിമുട്ടും പണി വരും എന്നുള്ള രീതിയിലേക്ക് ചിന്തിപ്പിക്കാത്ത എന്താ ശരിക്കും അതൊരു വിഷയമല്ല. ഇപ്പൊ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതും ആരുടെയും മനസ്സിലൊരു തോട്ട്, ഞാൻ അതിന് വേണ്ടിയുള്ള റെസ്പോൺസ് കൊടുക്കാറുണ്ട്. ബട്ട് ലെറ്റ്സ് ഇതേപോലത്തെ റെസ്പോൺസ് ആണെങ്കിൽ അത്രയും സെൻസ്ലെസ് ആയ ഒരു കമന്റിനായിരിക്കും ഞാൻ ഇതേപോലെ റെസ്പോൺസ് കൊടുത്തിട്ടുള്ളൂ. അത് ആരെയും ഒന്നും പഠിപ്പിക്കാൻ വേണ്ടിയല്ല, ഞാൻ ആരൊന്നും അറിഞ്ഞിരിക്കാൻ വേണ്ടിയാ. കാര്യം
നമ്മളെ എപ്പോഴും അടിച്ചമർത്താനും നമ്മളെ കുറ്റം പറയാനും എന്നും 100 ആൾക്കാർ കാണും. അതെ. ടിൽ യുവർ ലാസ്റ്റ് ബ്രത്ത് നമ്മളെ കൺസിസ്റ്റന്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ കഴിവ് നമുക്ക് മാത്രമേ ഉള്ളൂ. നമ്മളിൽ തന്നെ ഗിവ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ നോട്ട് ഗോണ ഗ്രോ. വേറൊരാൾ പറയുന്ന കേട്ട്, നേരത്തെ പറഞ്ഞ പോലെ വേറൊരാൾ പറഞ്ഞു കേട്ട് ഞാൻ സിനിമ നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ അവർക്കല്ല നഷ്ടം, എനിക്കാ നഷ്ടം. സിനിമ വിടും. ഞാനിപ്പോ വേറൊരു ജോലി ചെയ്യുക. ലെറ്റ്സ് സേ ഐ എം എൻ ആർക്കിടെക്ട്. ലെറ്റ്സ് സേ സീനിയർ ആർക്കിടെക്ട്സിൽ 3 പേര് വന്ന് പറയുക എന്റെ വർക്ക് കൊള്ളത്തില്ല, ഇത് ഫീസിബിൾ അല്ല, നിനക്ക് ഒരിക്കലും പണി കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ബെറ്ററും ആവത്തില്ല, എന്റെ ഫ്യൂച്ചറും അവിടെ ക്വസ്റ്റ്യൻ ആകും. സോ ഐ ഷുഡ് ഓൾവേസ് ബാക്ക് മൈ സെൽഫ് ആൻഡ് ഐ വിൽ ഡു ദാറ്റ്. അതേപോലെ എന്റെ ചുറ്റുമുള്ള ആൾക്കാരെ ഞാൻ സപ്പോർട്ട് ചെയ്യും. കാര്യം ഞാൻ അങ്ങനത്തെ ഒരാളാണ്. എന്നെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ, ഒരു പോസിറ്റീവ് എൻവയൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണ് ഞാൻ. ഐ വിൽ റിമെയിൻ ദ സെയിം. എന്നെ എത്രയൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞാലും അത് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ they don't decide how I live. അവരല്ല എനിക്ക് വേണ്ടി എന്നെ ഇത്ര കഷ്ടപ്പെട്ട് വളർത്തിയ എന്റെ അച്ഛനും അമ്മയെ. ഇഫ് എനിത്തിങ് ഐ ഹാവ് സംതിങ് ടു പ്രൂവ് ടു ദം. എന്റെ വർക്ക് കൊണ്ട് ഐ ഹാവ് എവറിത്തിങ് ടു പ്രൂവ് ടു മൈ സെൽഫ്. അത് കഴിഞ്ഞ് ഈ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. Isn't that the best way to go about it? അല്ലാതെ തുടക്കത്തിലെ കയറി വരുന്ന ഒരാളെ ഇങ്ങനെ അടിച്ചമർത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? പക്ഷെ അതിന്റെ പല വേർഷൻസ് നമ്മൾ കണ്ടതാണ് എന്നുള്ളത് അത് പറഞ്ഞ പോലെ. ഇതിന് കോയിൻ പോലെ ഇതിന് 2 വശങ്ങളുണ്ട്. ശരിക്കും ഇത്തരം വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് സഹപ്രവർത്തന നിലയിൽ സംസാരിച്ചിരുന്നു. എന്താ ശരിക്കും മാധവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്? എന്താ? എനിക്ക് അതിന് ദീപകേട്ടൻ പറയുന്നതിന് തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ കുമ്മാട്ടിക്കളി എന്നുള്ള സിനിമ അതിന്റെ കണ്ടു കഴിഞ്ഞെന്ന് മാത്രമല്ല, ഇതിന്റെ ഷൂട്ടിംഗ് സമയത്താണ് അത് ഇറങ്ങിയിട്ടൊരു 6 months കഴിഞ്ഞാണ് ഇതിന്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. ആ സമയത്തൊക്കെ ഈ ഷൂട്ടിന്റെ തുടക്കത്തിലും അതിന്റെ ത്രൂ ഔട്ട് ദ ഷൂട്ടും എനിക്ക് തോന്നിയൊരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഈ സിനിമയിൽ നിൽക്കണോന്നൊരു ചോദ്യം ഞാൻ തന്നെ ചോദിച്ചായിരുന്നു എന്റെ അടുത്ത്. അങ്കാട്ടകാസത്തിന്റെ അല്ല, മലയാള സിനിമയിൽ ഞാനൊരു ആക്ടറായിട്ട് കണ്ടിന്യൂ ചെയ്യണോ? സ്വയമേ ചിന്ത വന്നോ? ശരിക്കും തീർച്ചയായും കുമ്മാട്ടിക്കളി കഴിഞ്ഞ് എനിക്ക് വന്നിട്ടുണ്ട്. JSK കഴിഞ്ഞില്ല, കുമ്മാട്ടിക്കളി കഴിഞ്ഞ് എനിക്ക് വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ എനിക്കൊരു പില്ലേഴ്സ് പോലെ നിന്ന്, എന്റെ കുടുംബത്തിനൊപ്പം എനിക്ക് പില്ലേഴ്സ് പോലെ നിന്ന് ചുരുക്കം ആൾക്കാരിൽ ഒന്ന് ദീപക്കേട്ടനാണ്, സുഹൃത്തേട്ടൻ ഒരാളാണ്, സാമുലേട്ടനെ മാത്രം എനിക്ക് പറയാൻ പറ്റത്തില്ല, ഇതിൽ അനിലേട്ടനുണ്ട്. ഞാൻ ഇതിന്റെ കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇത് എനിക്ക് ക്യാരി ചെയ്യാൻ പറ്റുമോ, എനിക്ക് അതിനുള്ള കഴിവുണ്ടോ എന്ന് അങ്ങോട്ട് ഞാൻ ചോദിച്ചാൽ. ഇത്രയും സ്റ്റാർ കാസ്റ്റ് വരുന്ന ഒരു പടമാണ് അല്ലെ, ഇത്രയും വലിയൊരു സബ്ജക്റ്റ് ആണ്, അതിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പൊ നമുക്കിത് നമ്മളൊരു വിശ്വാസം ഉണ്ടായതോടുകൂടിയാണ് നമ്മളെ സമീപിക്കുന്നവർ. ഇത് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് ആ സമയത്ത് കുറഞ്ഞായിരുന്നു. ഐ തിങ്ക് ഇതിന്റെ സ്ക്രിപ്റ്റ് കേൾക്കുന്ന സമയം കുമ്മാട്ടിക്കളിയുടെ റിലീസും ഓൾമോസ്റ്റ് അടുപ്പിച്ചായിരുന്നു. ആ സമയത്ത് ഞാൻ എന്നെ തന്നെ ബാക്ക് ചെയ്തതിനെക്കാട്ടിലും എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നവർ. ഇനി ഇവിടെ ഇരിക്കാതെ അനിലേട്ടനുണ്ട് ഇതിന്റെ പ്രൊഡ്യൂസർ. ഇവരെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്കൊരു കോൺഫിഡൻസ് വന്നു ഈ സിനിമ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അത് ഈ പ്രേക്ഷകർ ഇതിറങ്ങുമ്പോ അത് വെച്ച് വിലയിരുത്തട്ടെ. ഇവരെന്നെ കാണിച്ച ഫെയ്ത്ത് അത് പേ ഓഫ് ചെയ്തിട്ടുണ്ടോ അതെനിക്ക് സിനിമ ഇറങ്ങുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ കേട്ട ഒരുപാട് തിരക്കഥകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് JSK ആയിരുന്നു എന്നുള്ള സാധനം. ഈ അങ്കാട്ടകാസത്തേക്ക് വരുമ്പോ തിരുത്തുന്നുണ്ടോ അതോ എന്ത് തോന്നുന്നു ഇപ്പൊ? JSK സ്റ്റിൽ സ്റ്റോറി എന്നല്ല, സോറി, അതിന്റെ സ്ക്രിപ്റ്റ് ആണെങ്കിലും അതിന്റെ തീം ആണെങ്കിലും അതിന് എന്ത് മെസ്സേജ് ആണ് സൊസൈറ്റിയിലോട്ട് കൊടുക്കുന്നത്, അതിൽ ഇന്നും JSK എനിക്ക് നമ്പർ 1 ആണ്. സുഹൃത്തായിട്ടും അറിയാവുന്ന കാര്യം. പക്ഷെ what I found a little special about Angkatas is ഇപ്പൊ ഒരു ആക്ഷൻ പടം എടുക്കാൻ ഒരു പേർപ്പസ് ഇല്ലാതെ അടിപ്പടം ഒരു എന്റർടൈനർ ആയിട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. സുഹൃത്തായിട്ടും എന്ന ഡയറക്ടർ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ ഇതിൽ വർക്ക് ചെയ്ത എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടർ, അതായത് ഞാൻ പോർട്രേ ചെയ്യുന്ന ക്യാരക്ടർ എന്തുകൊണ്ട് ഒരു ആക്ഷൻ കാണിക്കാൻ വിധത്തിലോട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് മാറുന്നുണ്ട്. അതായത് നമ്മൾ സ്ക്രീനിൽ കാണുന്ന ആക്ഷനാ, പക്ഷെ അങ്ങനെ ഒരു അടി ഉണ്ടാക്കാനും ഒരു ഗുണ്ടായിസത്തിലോട്ട് കയറാനും ഉള്ള എന്തുകൊണ്ട് നമ്മളത് ചെയ്യുന്നു പേർപ്പസ് ഓഫ് ദ ക്യാരക്ടർ ആർക്ക്. അത് എനിക്ക് മാത്രമല്ല, എല്ലാ ക്യാരക്ടറിനും അവരുടേതായ ഒരു ക്യാരക്ടർ ആർക്ക് ഉണ്ട്, വിച്ച് ഈസ് ക്വൈറ്റ് കമൻഡബിൾ ഫോർ ആൻ ആക്ഷൻ ഫിലിം. ഒരു പേർപ്പസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിന്റെ സ്ക്രിപ്റ്റിങ്ങിലൂടെ, ഇത് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന്റെ കഴിവ് തന്നെയാണ് അത് ബിലീവബിൾ ആക്കുന്നത്. അതായത് പ്രേക്ഷകൻ ഇത് കാണുമ്പോ ഇവൻ ഇങ്ങനെ ആവുന്നതിൽ നമുക്കൊരു തെറ്റ് തോന്നുന്നില്ല. ആ ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്നതിൽ ഇറ്റ്സ് പ്യൂർലി up to him. The credit goes to him over there.